അഴിമതി ഈ ഇന്ത്യയിൽ മൊത്തമുള്ള ഒരു പ്രതിഭാസമാണ്. നിയമവിരുദ്ധമാണെങ്കിലും പൊതുവെ ഉദ്യോഗസ്ഥന്മാര് വളരെ കുറച്ചു പേരൊഴിച്ച് ബാക്കി എല്ലാവരും രാഷ്ട്രീയക്കാരുമായി ചേർന്നുകൊണ്ടുള്ള അഴിമതി ഇവിടെ വളരെ കാര്യമായി നടക്കുന്നുണ്ട്. കാര്യം ഞാൻ രാഷ്ട്രീയക്കാരുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഫയലുകൾ എഴുതുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, അഴിമതിയിൽ രാഷ്ട്രീയക്കാരുമുണ്ട്. ഇത് ഒരു ക്രിമിനൽ നെക്സസ് ആണ്. രണ്ടുപേരും തമ്മിലുള്ള ഒരു പരസ്പര സഹായ സഹകരണ സംഘമാണ്. അല്ലെങ്കിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ സിസ്റ്റത്തില് അവർ വാഴുന്നു. സുപ്രീം കോടതി ഡൽഹി പോലീസ് കമ്മീഷണർ വേഴ്സസ് മെഹർ സിംഗ് എന്ന് പറഞ്ഞ കേസിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് മോറൽ ടെർപ്പിറ്റ്യൂഡാണ്, ഇങ്ങനെയുള്ളവരെ പിരിച്ചുവിടാമെന്നൊക്കെ. അപ്പൊ ഇവരൊക്കെ എന്തുകൊണ്ട് സർവീസിൽ ഇരിക്കുന്നു? അപ്പൊ ഇവർക്കെല്ലാം പൊളിറ്റിക്കൽ ഗോഡ് ഫാദേഴ്സ് ഉണ്ട്. അതിപ്പം കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും അഴിമതിക്കാർക്ക് ഗോഡ് ഫാദേഴ്സ് ഉണ്ട്. ഇവര് അതൊക്കെ ഷെയർ ചെയ്യും പൈസ കിട്ടുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു കാര്യമാണ് ഇത്. സമൂഹത്തെ ഇന്ന് ലഹരി സമൂഹത്തെ കുട്ടികളെ വിഴുങ്ങുന്ന പോലെ ഇത് മനുഷ്യന്റെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും തടയാൻ ഇവിടുത്തെ മന്ത്രിമാർക്കോ ഉന്നത ഉദ്യോഗസ്ഥ പ്രമുഖർക്കോ ഒന്നും ഇതിന് താല്പര്യമില്ല, അവർക്കതിന് കഴിവുമില്ല. അതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇപ്പൊ പെട്രോളിയത്തിനകത്ത് ഇത് വരുമ്പോഴുള്ള പ്രശ്നം, ഇതിന് കാശ് കൊടുത്ത് വരുമ്പോൾ പെട്രോൾ പമ്പുകാരൻ നാളെ മായം ചേർക്കും പെട്രോളിനകത്ത് മായം ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അതിൽ നിന്ന് കൂടുതൽ പൊല്യൂഷൻ എമിഷൻ ഉണ്ടാവും. അപ്പൊ റോഡ് നടന്നു പോകുന്ന പാവപ്പെട്ടവർ ഇത് ശ്വസിക്കേണ്ടി വരും. അത് പതുക്കെ ക്യാൻസറിലേക്ക്, ലങ് ക്യാൻസറിലേക്ക് അത് ലീഡ് ചെയ്യാം. അപ്പം അതുപോലെ തന്നെ ഈ പറയുന്ന പൊല്യൂട്ടൻസ് ആഡ് ചെയ്യുവാണെങ്കിൽ വൈറ്റ് പെട്രോളൊക്കെ മാതിരി വില കുറഞ്ഞ സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും. അത് ലാഭം ഉണ്ടാക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്ന കൈക്കൂലി മുതലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാം. അപ്പൊ എന്ത് പറ്റും? അത് വാഹനങ്ങൾ നശിച്ചു പോകും, വാഹനങ്ങളുടെ ലൈഫ് കുറയും. അപ്പൊ നമുക്കറിയാം ഇതൊക്കെ ഇവിടുത്തെ ഒരു പ്രതിഭാസമാണ്. ഇപ്പം അതിനകത്ത് അഴിമതി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വിജിലൻസ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുപോയിട്ട് നമുക്കറിയാം. PP ദിവ്യയുടെ അതിനകത്ത് പെട്രോൾ പമ്പായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ രാഷ്ട്രീയക്കാർക്ക് പെട്രോൾ പമ്പാണ്, അവരുടെ ബന്ധുക്കാർക്കൊക്കെ കിട്ടുന്നത്. അത് ഇപ്പം ഈ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന SC/ST കാർക്ക് കൊടുക്കുന്നത് പോലും അതിലെ ഉന്നതരെ ബിനാമിയിലൊക്കെ വെച്ച് എത്രയോ ഇടത്ത് പെട്രോൾ പമ്പും കാര്യങ്ങളെല്ലാം നടത്തുന്നു. അപ്പം അഴിമതി ഇതിപ്പോ ദേശവൽക്കരിച്ചിരിക്കുവാണ്. അഴിമതിക്കാർക്കാണ് മിടുക്ക്. ഇപ്പൊ ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിക്കത്തില്ലെങ്കിൽ ആൾക്കാർ പറയും അയാളെ കൈക്കൂലി വാങ്ങിക്കാൻ പോലും കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. അയാളുടെ സത്യസന്ധത ഇന്നത്തെ സമൂഹത്തില് യാതൊരു വിലയില്ലാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പൊ അഴിമതി നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്ന്. പക്ഷെ ഞാൻ ഇതിനകത്ത് കാണുന്നത് ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സെക്ടർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പബ്ലിക് സെക്ടറാണ്. സ്റ്റേറ്റ് വിജിലൻസ് എങ്ങനെ കയറി അറസ്റ്റ് ചെയ്യും? കൗസർ എടപ്പകത്ത് ജഡ്ജിന്റെ ഒരു വിധിയുണ്ട്, ഇങ്ങനെ ചെയ്യാം. സുപ്രീം കോടതിയിൽ ചാരിസ്മാം വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാറിനകത്തും ഒരു വിധി പറയുന്നുണ്ട്. കളക്ടർ അവരെ അറസ്റ്റ് ചെയ്ത ഒരു കേസിനെ പിന്നീട് ജസ്റ്റിഫൈ ചെയ്തു. പക്ഷെ CBI ഉണ്ട് അവർക്ക് എക്സ്ക്ലൂസീവായിട്ട്, അവരവരുടെ ജോലി ചെയ്യട്ടെ. ഇവിടെ കേരളത്തിൽ ഇഷ്ടംപോലെ അഴിമതിക്കാരുണ്ട്. ഏത് ഓഫീസിൽ ചെന്നാലും വില്ലേജ് ഓഫീസിൽ അവിടെ ഇവിടെ എല്ലാം അഴിമതിയാണ്. അപ്പൊ സ്റ്റേറ്റ് വിജിലൻസ് ഇത് ചെയ്യട്ടെ. 2015 നളിനിനെറ്റോ മാഡത്തിന്റെ ഓർഡർ ഉണ്ട് അഴിമതി പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിജിലൻസിലും ക്രൈംബ്രാഞ്ചിലും പോസ്റ്റ് ചെയ്തിരുന്നത്. എത്രയോ പേര് അഴിമതിക്കാര് വിജിലൻസിൽ ഇരുന്നിട്ടുണ്ട്. അവസാനം ഒരു DYSP വിജിലൻസ് കേസിൽ പെട്ടിട്ട് അയാള് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അയാളെ സർവീസിലെടുത്തു. അപ്പൊ അയാൾക്ക് പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ ഉണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും ഒരു അഴിമതിയല്ലേ? സ്റ്റേറ്റിനകത്ത് അഴിമതിയെ പ്രിവെന്റ് ചെയ്തിട്ട് വേണം നമ്മൾ സെൻട്രൽ ഗവൺമെന്റ്, അത് നല്ല കാര്യമാണ് ഒരു അർത്ഥത്തിൽ. പക്ഷേ ആദ്യം ചെയ്യേണ്ട ഡ്യൂട്ടി കേരളത്തിലെ വിജിലൻസിന്റെ ജോലി ഇവിടുത്തെ അഴിമതി ഇല്ലാതാക്കുക. അഴിമതിക്കാരായ വിജിലൻസ്, അതെന്ന് പറഞ്ഞാല് കൈക്കൂലി മാത്രമല്ല, പൊളിറ്റിക്കൽ കറപ്ഷൻ ഉണ്ട്. കാരണം അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരുടെ കേസുകൾ എഴുതിത്തള്ളുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കെതിരെ ഇവിടെ എന്ത് ആക്ഷൻ നടക്കുന്നു? അപ്പൊ അവരോട് ധർമ്മം ആദ്യം ചെയ്യട്ടെ, ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പിടിക്കട്ടെ. ഇങ്ങനെയുള്ള വിവരം കിട്ടി കഴിയുമ്പോൾ ഉടനെ CBIക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവര് ചെയ്യട്ടെ. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ജൂറിസ്ഡിക്ഷനുള്ളടുത്ത് പോയി ചെയ്തു കഴിഞ്ഞാൽ നാളെ സ്റ്റേറ്റും സെൻട്രലുമായിട്ട് അടുത്ത ഒരു പ്രശ്നം ഉണ്ടാകും. എന്നിട്ട് അടുത്തത് നമ്മൾ പറയുന്നത് ഫെഡറൽ സംവിധാനത്തിന്റെ പ്രശ്നമാണെന്നൊക്കെ പറയും. നമ്മൾ ആദ്യമേ നമ്മുടെ തീർക്കട്ടെ. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലിക്കാരായവരുടെ സ്വത്തും എല്ലാം കണ്ടുകെട്ടട്ടെ. അഴിമതിക്കാരായ ആൾക്കാരുണ്ടാക്കിയ
സ്വപ്നതുല്യമായ വലിയ മണിമന്ദിരങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടുകെട്ടട്ടെ. ആ ഉത്തരവാദിത്വത്തിലേക്ക് അവിടെ പോകട്ടെ. വിജിലൻസിലുള്ള അഴിമതിക്കാരെ അവിടുന്ന് പുറത്താക്കട്ടെ. വിജിലൻസിൽ അഴിമതി ഉള്ളത് കൊണ്ടാണല്ലോ പോസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് നളിനിനെറ്റോ മാഡം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ആൻഡ് വിജിലൻസ് ആയിരുന്നപ്പോഴേ ഓർഡർ ഇറക്കിയത്. ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ അഴിമതി വന്ന് കാർന്ന് തിന്നിരിക്കുവാണ്. ലഹരി ഒരു വശത്തുകൂടെ യുവജനതയെ ബുദ്ധിമുട്ടിക്കുന്നു, ഇല്ലാതാക്കുന്നെങ്കിൽ ഇവിടെ അഴിമതി സാധാരണക്കാരനും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവനും പിന്നെ ഒരു ഓഫീസിലെ ഒരു സഹായം തേടി പോകുന്നവനെല്ലാം ഇതിന്റെ ഇരയാവുകയാണ്. അപ്പൊ അഴിമതി ഗാന്ധിജി പറഞ്ഞു, കറപ്ഷൻ ഈസ് ആൻ ഒഫൻസ് അഗൈൻസ്റ്റ് ദ നേഷൻ. രാജ്യദ്രോഹ കുറ്റമാണ്. ഇത് ദിവസം ഇവിടെ നടക്കുന്നു. ആർക്ക് ഇതിനകത്ത് പ്രശ്നം? മന്ത്രിമാരുടെ പേരിൽ അഴിമതിയില്ലേ? ലാവ്ലിൻ കേസില്ലേ? ഇതെല്ലാം ഇവിടുത്തെ പ്രശ്നങ്ങളാണ്. ഇതെല്ലാം മാറിക്കിട്ടുന്ന ഒരു നല്ല, മാവേലി പറഞ്ഞ പോലുള്ള ഒരു നല്ല നാടിനുള്ള നീക്കമാണെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ. പിന്നെ CBI ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം ഇത്തരം കേസിനകത്ത് ജൂറിസ്ഡിക്ഷൻ പ്രശ്നം വരും, ചിലപ്പം പ്രതി രക്ഷപ്പെടും. കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയിയെ സ്റ്റേറ്റിലെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയെ സ്റ്റേറ്റിലെ വിജിലൻസിൽ കൊണ്ടുവന്ന് ട്രയൽ നടത്തുമ്പോൾ ജൂറിസ്ഡിക്ഷൻ ഇല്ലെന്ന് പറഞ്ഞ കേസ് വെറുതെ വിട്ടുപോകും. അതുകൊണ്ട് CBI കോടതിയിൽ ചാർജ് ചെയ്യാൻ സ്റ്റേറ്റ് വിജിലൻസിന് അധികാരവുമില്ല. അപ്പൊ ഇതൊക്കെ സങ്കീർണതയാണ്. അപ്പൊ ഇതിനൊക്കെ നിയമ നടപടികള് വിജിലൻസും പിന്നെ CBI തമ്മിലൊക്കെ നല്ലൊരു ലേസൺ വർക്കും ഒക്കെ ഉണ്ടാകട്ടെ, അഴിമതി ഇല്ലാതാകട്ടെ എന്നുള്ളതാണ് എന്റെ ചിന്ത. സെക്രട്ടറി ജോർജ്, നമുക്കറിയാം കൈക്കൂലി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവണത, ഇതിനെതിരെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത്, അതായത് ഇപ്പോൾ അലക്സ് മാത്യു ഇങ്ങനെ പണം വാങ്ങുന്നു, കൈക്കൂലിയായിട്ട് വാങ്ങുന്നു, ഇതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരും വാങ്ങുന്നുണ്ട്. ഇവർ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നതിന് പിന്നിലെ കാരണം എന്തായിരിക്കും? ഈ ആളുകൾ പരാതിപ്പെടുന്നില്ല അല്ലെങ്കിൽ പൊതുജനം പരാതിപ്പെടുന്നില്ല എന്നുള്ളൊരു ധൈര്യം കൊണ്ട് തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ധൈര്യം ഇവർക്കുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് നിയമത്തെ പറ്റിയും ബോധമില്ല. ഈ ഏറ്റവും അവസാനം വന്ന അമെന്റ്മെന്റിനകത്ത്, ഈസി ആക്ടിന്റെ അമെന്റ്മെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഐ ബ്രൈബ് ബിക്കോസ് ഓഫ് കമ്പൽഷൻ. അഴിമതിക്ക് കാശ് കൊടുക്കണമെങ്കിൽ അത് വിത്തിൻ എ വീക്ക് അത് റിപ്പോർട്ട് ചെയ്യണം ഉദ്യോഗസ്ഥരുടെ അഴിമതിയെ പറ്റിയിട്ട്. കൈക്കൂലി കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല എന്ന് തന്നെ പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഐ ബ്രൈബ് ബിക്കോസ് ഓഫ് കമ്പൽഷൻ എന്ന് പറയുന്നത്. അപ്പം അഴിമതി കൊടുത്തില്ല ഇവിടെ കാര്യം നടക്കില്ല. അപ്പൊ അതുകൊണ്ട് അഴിമതി കാശ് കൊടുക്കേണ്ടി വരുന്നു. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. പോലീസിൽ എത്രയോ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രപതിയുടെ മെഡൽ കൊടുത്തിട്ടുണ്ട്. വിജിലൻസിന് അഴിമതി കാണിച്ച ഒരാള് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം മരിച്ചുപോയി. ഞാനും അദ്ദേഹവുമായിട്ട് ഒരുമിച്ച് ഒരു വിജിലൻസ് യൂണിറ്റിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ കൊടുത്തു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.